Today we are discussing about different keys in database management system. A key is an attribute or a set of attributes in a relation that identifies a tuple or a record in a relation. They are also used to create relationship between different tables. ഏതൊരു റിലേഷൻ്റെയും ഓരോ ട്യൂപ്പിളിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സാണ് ഒരു കീ എന്ന് പറയുന്നത്. കൂടാതെ ഡിഫറെൻറ്റ് ടേബിൾസിനെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്കൊരു കീ യൂസ് ചെയ്യാം. There are different types of keys in database management system and they are super key, candidate key, primary key, alternate key, composite key, foreign key, unique key, and finally partial key. And now we are discussing about super keys. A super key of an entity set is a set of one or more attributes whose values uniquely determine each entity. And a super key is not restricted to have any specific number of attributes, and it may consist of any number of attributes, and it is a superset of a key. Here we have an example, employee. In employee set we have different attributes: employee ID, name, department, date of birth, email ID and PAN number. ഈ ഒരു കേസിൽ നമുക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്കൊരു സൂപ്പർ കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എത്ര ആട്രിബ്യൂട്ട്സ് വേണം എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനും ഏതിലില്ല, ഒരു സൂപ്പർ കീയിൽ നമ്മൾ പറയുന്നില്ല. എത്ര കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആ ഒരു ടേബിളിൻ്റെ ഓരോ ട്യൂപ്പിളിനെയും അല്ലെങ്കിൽ ഓരോ റോവിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത് എംപ്ലോയി ഐ ഡി മാത്രം, അതൊരു യുണീക്ക് വാല്യൂ ആണ് ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യുണീക്ക് ഐ ഡി എന്ന് എംപ്ലോയി ഐ ഡി ഓരോ റെക്കോർഡിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയി ഐ ഡി നെയിം എടുത്തു കഴിഞ്ഞാലും ആ ഒരു കോമ്പിനേഷനും ഓരോ റോസിനെയും നമുക്ക് യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഏതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു സൂപ്പർ കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ നമ്പർ ഓഫ് എൻറ്റൈറ്റീസിൻ്റെ കേസിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് പറയുന്നില്ല. നെക്സ്റ്റ് we go to candidate key. There are individual columns in a table that qualifies for uniqueness of each row tuple, and a candidate key of an entity set is a minimal super key. Here employee ID, phone number, email ID are the candidate keys of a customer or an employee. ഈ ഒരു കേസിൽ ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഒരു മിനിമൽ സൂപ്പർ കീ ആണ്. എന്തുകൊണ്ടാണ് അതിനൊരു മിനിമൽ സൂപ്പർ കീ എന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ഐ ഡി എന്നുള്ളൊരു സിംഗിൾ എൻറ്റൈറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ, ഒരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് ഓരോ എൻറ്റൈറ്റിയെ ഓരോ ട്യൂപ്പിളിനെയും നമുക്ക് യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എടുത്തു കഴിഞ്ഞാലും ഫോൺ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഓരോരുത്തർക്കും ഒരു യുണീക്കായിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഓരോ ആട്രിബ്യൂട്ട്സ് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ട്യൂപ്പിളിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മിനിമൽ സൂപ്പർ കീ ആണ് ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആണ് ഒരു ട്യൂപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം കേസസിൽ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവിടെയുള്ളൊരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ആ മിനിമം നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് സെറ്റിലെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ആ ഒരു ടേബിളിൻ്റെ കേസിൽ യുണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. And there are a few rules that we need to follow regarding the selection of a candidate key, and they are: it should comprise of distinctive values, and it can have various attributes, and it cannot comprise of null values, and it must uniquely identify each row in the table. അതായത് ഓരോ
റോന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഉണ്ടായിരിക്കണം ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്ന സമയത്ത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയസ് ആട്രിബ്യൂട്ട്സും അതിൽ പോസിബിളാണ്. പക്ഷേ അത്തരം വേരിയസ് ആട്രിബ്യൂട്ട്സ് പറയുമ്പോഴും ആ ഒരു വേരിയസ് ആട്രിബ്യൂട്ട്സിൻ്റെ കോമ്പോസിഷൻ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു യുണീക്കായിട്ടുള്ള ഓരോ ട്യൂപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് കനോട്ട് കംപ്രൈസ് ഓഫ് നൾ വാല്യൂസ്. ഇതിൽ നൾ വാല്യൂസ് പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഒരു ടേബിളിലെ ഓരോ റോയിനെയും അല്ലെങ്കിൽ ഓരോ റെക്കോർഡിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, പ്രൈമറി കീ. Although several candidate key may exist, one of the candidate key is selected to be a primary key. It is unique and cannot have a null value. It is the column you choose to maintain uniqueness in a table at row level. Here, in employee table, choose employee ID for primary key, and it is represented by underlining the attribute employee ID, and it is possible to have a combination of more than one attribute as primary key. നമ്മൾ കാൻഡിഡേറ്റ് കീൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു സൂപ്പർ കീയുടെ ഒരു മിനിമൽ സൂപ്പർ കീ ആണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഈ കാൻഡിഡേറ്റ് കീൻ്റെ സെറ്റിൽ നിന്ന് ഒന്നായിരിക്കും നമ്മളൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി കീയും യുണീക്കായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ഹാവ് നൾ വാല്യൂസ്. ഇനി ഈ ഒരു പ്രൈമറി കീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു റോ ലെവലിൽ നമ്മളൊരു സെറ്റ് ചെയ്ത് കൊടുത്തൊരു പ്രൈമറി കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ സെറ്റ് ചെയ്ത് കൊടുത്ത പ്രൈമറി കീൻ്റെ ആ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു അണ്ടർലൈൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ എംപ്ലോയി എന്നുള്ളതിൽ ഇതൊരു സ്കീമയാണ്. അതറിയാം, സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡാറ്റയാണ്. ഇതിൽ എംപ്ലോയീസിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആട്രിബ്യൂട്ട് സെറ്റിൽ എംപ്ലോയി ഐ ഡി ഉണ്ട്, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഒരു ടേബിളിൽ ഈ ഒരു സ്കീമയിൽ എംപ്ലോയി ഐ ഡി ആണ് നമ്മൾ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൈമറി കീ ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ എംപ്ലോയി ഐ ഡിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാൻഡിഡേറ്റ് കീയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത്. അതായത് ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സും ഏതിൽ പോസിബിളാണ്, പ്രൈമറി കീയിൽ പോസിബിളാണ്. ഏതൊരു കണ്ടീഷനിൽ അത് യുണീക്കായിട്ട് ആ ഒരു ടേബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മിനിമൽ സൂപ്പർ കീ ആണ് എന്നുള്ള കണ്ടീഷനിൽ. ഓക്കെ, ഇനി ഒരു സൂപ്പർ കീയുടെ ഒരു സബ്സെറ്റാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഈ കാൻഡിഡേറ്റ് കീയിൽ സബ്സെറ്റാണ് ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത്. അതിൽ ആ ഒരു കാൻഡിഡേറ്റ് കീയിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കണ്ടീഷൻസ് ടു ബിക്കം എ പ്രൈമറി കീ. No two rows can have the same primary key value, and every row must have a primary key value, and the primary key cannot be null, and the value in a primary key column can never be modified or updated if any foreign key refers to that primary key. അതായത് ഏതൊരു പ്രൈമറി കീ വാല്യൂ നൾ ആവാൻ വേണ്ടി പാടില്ല. ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് പ്രൈമറി കീ വാല്യൂ ഉണ്ടായിരിക്കണം. ഏത് രണ്ട് റോസിനും സെയിം പ്രൈമറി കീ വാല്യൂ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ആ ഒരു പ്രൈമറി കീ വാല്യൂ മോഡിഫൈ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പാടില്ല. ഏത് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ഫോറിൻ കീ ആ ഒരു പ്രൈമറി കീയെ റെഫർ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത്തരം കേസസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ്, alternate key. It is a candidate key that has not been selected as the primary key. Email ID, phone number are alternate key in the assumption that employee ID is the primary key. നമ്മൾ പറഞ്ഞു ഒരു കാൻഡിഡേറ്റ് കീയുടെ കേസിൽ ആ ഒരു കാൻഡിഡേറ്റ് കീ സെറ്റിലെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടാണ് നമ്മളൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നമ്മളൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ ബാക്കി വരുന്ന കീസിനെ നമ്മൾ എന്ത് വിളിക്കാം,
ഒരു ആൾട്ടർനേറ്റ് കീ എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ എംപ്ലോയി എന്നുള്ള കേസിൽ എംപ്ലോയി ID നമ്മൾ ഓൾറെഡി ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ ഇമെയിൽ ID ആയിക്കോട്ടെ, ഫോൺ നമ്പർ ആയിക്കോട്ടെ, ഇതിൻ്റെ വാല്യൂസ് യുണീക്കായിട്ട് ഓരോ റോയിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാം ഓരോ യുണീക്ക് കീ ആണ്, ഓരോ കാൻഡിഡേറ്റ് കീ ആണ്. അപ്പം ഈ കാൻഡിഡേറ്റ് കീസ് എന്തായിട്ട് പറയാം, ഒരു ആൾട്ടർനേറ്റ് കീ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, കോമ്പോസിറ്റ് കീ. എനി കീ വിത്ത് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് ഈസ് കോൾഡ് എ കോമ്പോസിറ്റ് കീ. ഇറ്റ് ഡു നോട്ട് ഹാവ് എനി കോളം ദാറ്റ് ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സെൽഫ്. Therefore, we need to combine two or more columns to make them unique. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു കോമ്പോസിഷൻ, അതാണ് ഒരു കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഒരു ടേബിളിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ അത്തരം കേസസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഓരോ ടേബിളിൻ്റെയും ഓരോ ട്യൂപ്പിളിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഒരു കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഇവിടെയുള്ള എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ടേബിൾ, എംപ്ലോയി ടേബിൾ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൽ ഫസ്റ്റ് നെയിം മാത്രമാണ് നമുക്ക് എടുക്കുന്നത് എങ്കിൽ അത് ശ്രുതി എന്ന് പറയുന്ന നെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിൽ സെയിം വാല്യൂസ് വരുന്നതുകൊണ്ട് അതിനെ നമുക്കൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് ഓരോ സിംഗിൾ റോസിനെയും നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ലാസ്റ്റ് നെയിം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ അവിടെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം വാല്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫസ്റ്റ് നെയിമിൻ്റെയും ലാസ്റ്റ് നെയിമിൻ്റെയും ഒരു കോമ്പോസിഷൻ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു ടേബിളിൻ്റെ കേസിൽ ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം ആയിരിക്കും ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്, പ്രൈമറി കീ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിമാണ് ഓരോ റോയെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് യുണീക്കായിട്ടൊരു ടേബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഇനി ഫോറിൻ കീ. ഫോറിൻ കീസ് ഹെൽപ്പ് us in establishing a relationship with other tables. It is also called referential integrity. A foreign key column can be added to a table to establish this relationship. They help us in maintaining data integrity and allow easy navigation between any instances of two entities. രണ്ടോ അതിലധികമോ ടേബിൾസിനെ തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു ഫോറിൻ കീ ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. ഈ ഒരു ഫോറിൻ കീ മറ്റൊരു ടേബിളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഏത് സഹായിക്കുന്നു, ഈ ഒരു ഫോറിൻ കീ സഹായിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എംപ്ലോയി ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ. ഇനി ഈ രണ്ട് ടേബിളിനെ നമുക്ക് കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു എംപ്ലോയി ID നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് IDയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ. ഈ ഒരു ടേബിളിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ID കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ID ആണ് ഈ ഒരു ടേബിളിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമറി കീ ആണ് ഇതിലേക്ക് വരുന്ന ഈ ഒരു എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ ഡിപ്പാർട്ട്മെൻറ്റ് IDയിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എംപ്ലോയി ടേബിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് D103 എന്ന് പറയുന്ന റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ D103 എന്നുള്ള ടേബിൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്ഡേഷൻ നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാലും അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, അവിടെ ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും.
ഇനി ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലും വരുത്തേണ്ടി വരും, ഈ ഒരു എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളും വരുത്തേണ്ടി വരും. ഇനി യുണീക്ക് കീ. ഇറ്റ് ഈസ് യുണീക്ക് ഫോർ ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ദി table. Once assigned, its value cannot be changed. That is, it is non-updatable. It may have a null value. Example, Aadhaar number, email ID, etc. ഒരു യുണീക്ക് കീ എന്ന് പറയുന്നത് ഏതൊരു ടേബിളിൻ്റെയും ഓരോ റോസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇനി ഇത് നമ്മളൊരു പ്രാവശ്യം അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അപ്ഡേറ്റബിൾ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഹാവ് നൾ വാല്യൂസ്. ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിള് നമുക്ക് എംപ്ലോയി ഐ ഡി, ഇമെയിൽ ഐ ഡി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആ ഒരു കേസിൽ നമുക്കതൊരു യുണീക്ക് കീ ആണ്. ആ ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഓരോരുത്തർക്കും യുണീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വെച്ച് നമുക്ക് അതിനെ യുണീക്കായിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അത് നമുക്ക് എംപ്ലോയിക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ ആ നൾ വാല്യൂസും അവിടെ പോസിബിളാണ്. ഇനി ആധാർ നമ്പറിൻ്റെ കേസ് എടുത്തോടെ, അതുപോലെ തന്നെ പാൻ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡിയോ എടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരാൾക്ക് ആ ഒരു പാൻ കാർഡ് ഇല്ല എങ്കിൽ ഓക്കെ, അവിടെ നൾ വാല്യൂ പോസിബിളാണ്. നേരെ മറിച്ച് ഒരു പാൻ കാർഡ് ഉണ്ട് എങ്കിൽ ആ പാൻ കാർഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അയാൾക്ക് മാത്രമുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു നമ്പറായിരിക്കും. ഓക്കെ. ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ ഒരു ആധാർ കാർഡ് ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് വരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വോട്ടേഴ്സ് ഐ ഡി ആണെങ്കിൽ നമുക്കതിൽ ഫോട്ടോ ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഡാറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു നമ്പറിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ആ സെയിം ആധാർ നമ്പർ അല്ലെങ്കിൽ ആ സെയിം വോട്ടർ ഐ ഡി നമ്പർ തന്നെയായിരിക്കും അതിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. അപ്പം അത്തരം വാല്യൂസാണ് ഒരു യുണീക്ക് കീ എന്ന് പറയുന്നത്. ഏതൊരു പ്രൈമറി കീയും ഒരു യുണീക്ക് കീ ആണ്. പക്ഷേ എല്ലാ യുണീക്ക് കീയും ഒരു പ്രൈമറി കീ ആവണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രൈമറി കീക്കും നൾ വാല്യൂസ് പോസിബിൾ അല്ല. ഇനി പാർഷ്യൽ കീ. എ പാർഷ്യൽ കീ ഈസ് എ കീ using which all the records of the table cannot be identified uniquely. However, a bunch of related tuples can be selected from the table using the partial key. Here department and table has employee number, department name and relation. Here partial key employment number, we cannot identify a tuple uniquely, but we can select a bunch of tuples from the table. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമല്ല, ഡിപ്പെൻഡൻറ്റ് നെയിമാണ്. കാരണം ഏതൊരു പെർട്ടിക്കുലർ എംപ്ലോയിയുടെയും ഡിപ്പെൻഡൻറ്റ് നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിപ്പെൻഡൻറ്റ് നെയിം അവരുടെ റിലേഷന് വെച്ചിട്ടുള്ള ഒരു ടേബിളാണ് ഈ ഒരു പാർഷ്യൽ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു കേസിൽ എംപ്ലോയി നമ്പറും ഡിപ്പെൻഡൻറ്റ് നമ്പറും ചേർന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ടേബിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പം ഇത്തരം കേസസിലാണ് എന്ത് നമ്മൾ പറയുന്നത്, ഒരു പാർഷ്യൽ കീ എന്ന് പറയുന്നത്.